നമ്മുടെ നാട് ഇത്തരം കാര്യങ്ങൾക്ക് വലിയ വേദി ഇപ്പോ ഒരുക്കി മുന്നോട്ട് പോവുകയാണ്. സാംസ്കാരിക രംഗത്ത് ഒരു വലിയ മുന്നേറ്റം നടത്തി നമ്മൾ മുന്നോട്ട് പോവുക. ഞങ്ങളുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് നെയ്യാറ്റിൻകര നഗരാതിർത്തിയിൽ കവികളായി ഞങ്ങളൊരു ലേശം കണക്കെടുത്തപ്പോൾ ഏതാണ്ട് 100-168 കവികളുണ്ട്. അതിൽ പ്രമുഖരായ നിരവധി എഴുത്തുകാർ ഞങ്ങളെ ഹൃദയത്തുടിപ്പായി ഈ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം അവരുടെ സ്വന്തം സമ്പത്ത് ഉപയോഗിച്ച് സാമ്പത്തിക പ്രവർത്തനം നടത്തുന്നവരാണ്. ഒരാളുകളെ ഞാൻ പറയില്ല, മരുതത്തൂറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഒരാരെയും ഞാൻ പറയുന്നില്ല. അങ്ങനെ നെയ്യാറ്റിൻകര ഒരു സാംസ്കാരിക പൈതൃക കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുക. നെയ്യാറ്റിൻകര ചരിത്രപരമായി വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു പ്രദേശമാണ്. വലിയ വലിയ സംഭാവന. അത് ബോധേശ്വരിൽ തുടങ്ങി കവി മധുസൂദനൻ നായരിലൂടെ സഞ്ചരിച്ച് സുഗതകുമാരിയിലൂടെ അങ്ങനെ നിരവധി ആളുകൾക്ക് ജന്മം നൽകുകയും അത് സാഹിത്യ സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്വാതന്ത്ര്യത്തിന് വേണ്ടി വെടിയേറ്റ് മരിച്ച 8 രക്തസാക്ഷികളുടെ നാടാണ് നെയ്യാറ്റിൻകര. അവരെല്ലാം ഞങ്ങളിപ്പോ അടയാളപ്പെടുത്തി പോവുകയാണ്. സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും പത്രമാധ്യമ രംഗത്താണെങ്കിൽ ഇവിടെ തന്നെ ഏറ്റവും പ്രസിദ്ധനായ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് പറയുന്ന ആളിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതവും അവസാനത്തെ അന്ത്യവും ഇതും ഞങ്ങൾ അടയാളപ്പെടുത്തുക. ഞാൻ സൂചിപ്പിച്ചത് നെയ്യാറ്റിൻകര പട്ടണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, താലൂക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിൽ വന്ന് നമ്മളോടൊപ്പം ചേർന്ന് അവരുടെ കഥയും കവിതയും അതുപോലെ അവരുടെ ആശയങ്ങൾ കൈമാറുന്ന ഒരു പ്രദേശമായി ഇത് മാറുന്നതിൽ ഏറ്റവും വലിയ ചാരിതാർത്ഥവും ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ട്. പങ്കെടുത്ത മുഴുവൻ മാന്യ വ്യക്തികൾക്കും നെയ്യാറ്റിൻകര നഗരസഭയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അല്പം പോലും കുറയാതെ തന്നെ രേഖപ്പെടുത്തുന്നു.